നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ലാലിഗയിൽ കിരീടം ഉറപ്പിച്ച ബാഴ്സലോണ ഇന്ന് സ്വന്തം ആരാധകരുടെ മുന്നിൽ കളിക്കാനിറങ്ങിയാണ്. കഴിഞ്ഞ മത്സരം എസ്പാനിയോളിനെതിരെ എസ്പാനിയോളിൻ്റെ മൈതാനത്തായിരുന്നു. ഇപ്പോൾ ജേതാക്കളായിട്ട് സ്വന്തം മൈതാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിജയഗാഥ തുടരണം. അതാണ് ബാഴ്സ ഉദ്ദേശിക്കുന്നത്. രാത്രി ഇന്ത്യൻ സമയം 10:30 വിയ്യാറയലുമായിട്ട് ഇന്ന് കളിക്കുന്നത്. കളിയിൽ ഒരു പക്ഷേ ലാമാസിയയിൽ കളിച്ച് വളർന്നവരെ വെച്ചുകൊണ്ട് 11 ഇറക്കിയേക്കും ഹൻസി ഫ്ലിക്ക് എന്ന റിപ്പോർട്ടാണ് ആദ്യം വന്നത്. എന്നാൽ ഇപ്പോൾ മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കും. അങ്ങനെയെങ്കിൽ ഒരു ഓൾ ലാമാസിയ 11 ആവാനുള്ള സാധ്യതയും കുറവാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. എന്തായാലും ഫ്ലിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് കണ്ടറിയണം. ഫ്ലിക്ക് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത് ലാമാസിയ അല്ലെങ്കിൽ ഹോം ഗ്രോൺ താരങ്ങൾ വെച്ച് 11 ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. യെസ്, അതിന് സാധ്യതയുണ്ട് എന്നായിരുന്നു. കാത്തിരിക്കാമെന്ന് ലാമാസിയ പാടത്തെ കുട്ടികളുടെ ഒരു കൊയ്ത്തുത്സവമാണോ നടക്കുക എന്നറിയാൻ വേണ്ടി. ഏതായാലും ഇപ്പോൾ കളിക്ക് ബാഴ്സലോണയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡിലുള്ളത് മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ, കുബാർസി, ബാൽഡെ, ഇനിഗോ മാർട്ടിനസ്, ഗാവി, പെഡ്രി, ലെവൻഡോസ്കി, അൻസു ഫാറ്റി, റാഫിഞ്ഞ, ഇനാക്കി പെന, പാബ്ലോ ടോറെ ക്രിസ്ത്യൻസൻ, ഫെർമിൻ ഗസാഡോ, പൗ വിക്ടർ, ലാമിൻ യമാൽ, ഒൽമോ, ഫ്രങ്കി ഡിയോങ്, എറിക്, ഷെസ്നി, ഹെക്ടർ ഫോർട്ട്, ജെറാഡ് മാർട്ടിൻ, ഡൊമിംഗസ്. ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. ഏതായാലും ഓൾറെഡി കിരീടം ചൂടിയതുകൊണ്ട് വളരെ സമ്മർദ്ദമില്ലാതെ മികച്ചൊരു പ്രകടനം ബാഴ്സ താരങ്ങൾ നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.